മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് മാൻവി സുരേന്ദ്രൻ. ചേച്ചിയമ്മ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തെത്തിയ മാൻവിയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് സംവിധായകൻ AM നസീറാണ്. പാലക്കാട്ടുകാരിയായ മാൻവിയുടെ യഥാർത്ഥ പേര് ശ്രുതി എന്നാണ്. ഫ്ലവേഴ്സിലെ സീരിയൽ സീതയിലെ കുസൃതിക്കാരി അനിയത്തിക്കുട്ടിയുടെ കഥാപാത്രമായാണ് മാൻവിയെ ഏറെ ശ്രദ്ധേയയാക്കിയത്. സ്റ്റാർ മാജിക് എന്ന ഷോയിലും മാൻവി പങ്കെടുത്തിരുന്നു. അഭിനേത്രി എന്നതിന് അപ്പുറം നല്ലൊരു നർത്തകി കൂടിയാണ് മാൻവി. വിവാഹിതയാകാൻ ഒരുങ്ങുന്നത്. ഇപ്പോഴിതാ വരൻ ആരാണെന്ന് വെളിപ്പെടുത്തിയതിൻ്റെയും കല്യാണച്ചെക്കനെ ഗ്രാൻഡായി പ്രപ്പോസ് ചെയ്തതിൻ്റെയും വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം എൻ്റെ ചാനലിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. കല്യാണ വിശേഷത്തിലെ ആദ്യ സംഭവം പ്രപ്പോസലാണ്. ഇന്ന് ഞാൻ ആളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാകും റിയാക്ട് ചെയ്യുകയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സർപ്രൈസ് ചെയ്യാത്ത ആളായതുകൊണ്ട് അവൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ലൈഫിൽ ആദ്യമായി സർപ്രൈസ് തരികയാണ്. റിയാക്ഷൻ ഇട്ടോളൂ എന്ന് സരസമായി മാൻവി വരനോട് പറയുന്നതും കേൾക്കാം. ഞാൻ സർപ്രൈസായി. ഇങ്ങനെ നീ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് വരൻ പ്രപ്പോസിങ്ങിനായി ഒരുങ്ങിയ വേദിയിൽ മറ്റും കണ്ട് പറഞ്ഞത്. ഞാൻ പ്രപ്പോസ് ചെയ്തോട്ടെ എൻ്റെ കൊച്ചിനെ എന്ന് പറഞ്ഞ് പാശ്ചാത്യ രീതിയിൽ കയ്യിൽ കരുതിയ മോതിരവുമായി മാൻവി വരനു മുന്നിൽ മുട്ടുകുത്തി. ചോദിക്കേണ്ട സമയം NJയുടെ സമ്മതം എത്തി. അവളുടെ മാരേജ് ഫംഗ്ഷനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ ആദ്യത്തെ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇവർ തമ്മിൽ പ്രോപ്പറായി ഒരു പ്രപ്പോസിങ് ഒന്നും നടന്നിട്ടില്ല. മാൻവിയുടെ ചേച്ചിയെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞത് ചിന്നൂസിൻ്റെ അടുത്താണ്. 1 ഡിസംബറിലാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും ചിന്നൂസ് അട്ടഹസിക്കുകയാണ് ചെയ്തത്. റിയാലിറ്റി അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു എന്നാണ് മാൻവി പറഞ്ഞത്. 2016 മുതൽ ഇവർ പ്രണയത്തിലാണ്. 2017 എൻ്റെ കല്യാണം. ആ കല്യാണത്തിന് മാൻവിയുടെ NJ വന്നിരുന്നു. എൻ്റെ കല്യാണത്തിന് ഇവൻ വന്നിരുന്നുവെന്ന് പിന്നീടാണ് മാൻവി എന്നോട് പറഞ്ഞത്. അച്ഛനും അമ്മയും പോലും പിന്നീടാണ് അറിഞ്ഞത്. ഞാനും മാൻവിയും തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾ ഇപ്പോഴും കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇവൾ പ്രണയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പയ്യനോട് സംസാരിക്കട്ടെ എന്നും അവൻ നിനക്ക് പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ വിട്ടേക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ NJയോട് സംസാരിച്ചു. അനിയൻ വൈബും ബോണ്ടും കിട്ടി. ലൈഫ് സെറ്റിലായിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു, സഹോദരി പറഞ്ഞു. ശേഷം മാൻവി പ്രണയകഥ വെളിപ്പെടുത്തി. ഞങ്ങൾ ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. 2016 തുടങ്ങിയ പ്രണയമാണ്. അവിടെ വെച്ച് തുടങ്ങിയ തുടക്കം ഇപ്പോൾ 2026 വിവാഹത്തിൽ എത്തി നിൽക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ലി വൈബാണ്. എന്തും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എടാ പോടാ ബന്ധമാണെന്നും മാൻവി പറഞ്ഞു.